നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാന്നറിയോ, ഡിസ്കൗണ്ട് സെയിലാണ്. ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടമല്ല, ഓണത്തിനിടയ്ക്ക് ഡിസ്കൗണ്ട് കച്ചവടം. എന്നാന്നറിയോ, ഇത് നിങ്ങളാരും വിചാരിക്കേണ്ട ഇത് എന്താ പറയുന്നത്, പഴയതാണോ അല്ലെങ്കിൽ ഡാമേജുള്ള പീസാണോ, അങ്ങനത്തെ ഒന്നുമല്ല. ഇത് കാണുമ്പം നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും. എന്നാൽ സാക്ഷി ഇരിക്കെ സത്യം വേണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ വളരെ ചുരുക്കം നാളുകൾക്ക് മുന്നേ ഇതിൻ്റെ നല്ല, അതായത് ഇത് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് എത്രയാണെന്നും വീഡിയോയിലുണ്ട്, തെളിവായിട്ട് വീഡിയോകളുണ്ട്. അപ്പം അങ്ങനെ ഇത് വേറൊന്നുമല്ല, ഈ ഓണത്തിനിടയ്ക്ക് ഇപ്പോൾ കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ പർച്ചേസ് ആവശ്യമുള്ള സമയം ഓണം അല്ലേ. എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാനും അതാണ് ഓണക്കോടികൾ കൊടുക്കുക. അതൊരു നമ്മുടെ നാട്ടിലെ ഒരു ചടങ്ങാണ്. അപ്പം എത്രയും പർച്ചേസ് ആവശ്യമുള്ളൂ. അപ്പം എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ, നമ്മുടെ കടയിൽ ഡെഡ് സ്റ്റോക്ക് ഇരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കുറേ കാലം വെച്ചിരുന്നിട്ട് അത് പോകുന്നതിന് പുതിയ പുതിയ സാധനങ്ങൾ വരണം എന്നാണ്. അപ്പോൾ അത് കിട്ടിയ വില കൂടി താന്നോ. ഇപ്പോൾ ചിലതൊക്കെ ഒത്തിരി സ്റ്റോക്ക് വന്നു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ഓൺലൈൻ ഉള്ളതുകൊണ്ട് ഒത്തിരി സ്റ്റോക്ക് വന്നു കഴിയുമ്പോൾ അതിനകത്തുനിന്ന് കുറേ എണ്ണം എല്ലാം മിച്ചം വരും. ഓരോ കളറ് 2 കളറ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ എണ്ണം മിച്ചം വരും. അതിനെ വേഗം ആവശ്യക്കാരിലേക്ക് കൊടുക്കുക, എന്നിട്ട് പുതിയ സ്റ്റോക്കുകൾ കൊണ്ടുവരിക. അങ്ങനെയാണ് എൻ്റെ ഒരു പോളിസി. ക്യാഷ് ഫ്ലോ ഉണ്ടാവുകയും ചെയ്യും. നമുക്കതാണ് നല്ലത്. ഓരോരുത്തരുടെയും ബിസിനസ് സ്റ്റൈൽ ഓരോന്നാണ്. എന്നെ സംബന്ധിച്ച് അതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ ഓണത്തിനിടയ്ക്ക് ഇത് ചെയ്യുന്നത്. കസ്റ്റമേഴ്സിന് നല്ലതുമാകും, നമുക്ക് പുതിയ ഐറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഇതുമാകും. ഇത് 2 രീതിക്കുണ്ട്. ക്യാഷും വരും. ഇതിപ്പം ഞങ്ങളെ സംബന്ധിച്ച് മുടക്കിയ പൈസ തിരിച്ച് കിട്ടും, അല്ലെങ്കിൽ മുടക്കിയതിനെ കഴിഞ്ഞും ചിലതിനൊക്കെ മുടക്കിയതിനെ കഴിഞ്ഞും അതായത് കിട്ടിയ വില കഴിഞ്ഞും താത്താണ് കൊടുക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, വെറുതെ ആ തുണി അവിടെ ഇരുന്ന് ആർക്കും ഇല്ലാതെ പോകുന്നതിലും. ആദ്യത്തെ സാരി കാണിക്കാം. ഇതാണ് സെമി സിൽക്ക് സാരി. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 1050 രൂപയാണ്. ഇപ്പോൾ 785 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പുത്തൻ സാരിയാണ്. നിങ്ങൾക്കിത് കാണുമ്പോഴേ അറിയാം, ഫോൾഡിങ് പോലും ഇതിൻ്റെ നൂർത്തിട്ടില്ല. ഇത് ഓൺലൈനിൽ കാണിച്ചിട്ടുണ്ട്. ഇത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഈ റീസ്റ്റോക്ക് വരുന്നതാണ് നമുക്ക് കൂടുതലും ഒത്തിരി സ്റ്റോക്കുകൾ വരാൻ കാരണം. ഞാനിപ്പോൾ ഇതിനകത്ത് എല്ലാം നൂർത്ത് കാണിക്കുന്നില്ല, ഒരെണ്ണം നൂർത്ത് കാണിച്ചിട്ട് അതിൻ്റെ 1-2 കളറേ ഉള്ളൂ. ഇതിപ്പം നല്ലൊരു രാമാഗ്രീൻ ഷെയ്ഡിൽ ഇങ്ങനെ കോപ്പർ ബോർഡർ വരുന്നു. താഴത്തെ ബോർഡർ ഇങ്ങനെ ഉണ്ടാവും. ഇനി മുന്താണി കാണിച്ചു തരാവേ. ഇത് വരും മുന്താണി. ഇത്രയും ഭാഗമാണ് മുന്താണി. ബാക്കിലേക്ക് ഇത് ബ്ലൗസ്. മുന്താണിയും ബ്ലൗസും കൂടെ ഒന്നിച്ചാണ് കിടക്കുന്നത്. മുന്താണിയുടെ പ്രിന്റ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാണാം അല്ലേ. ഇപ്പുറത്തേക്ക് ബ്ലൗസ്, നല്ല ബ്രൊക്കേഡ് ബ്ലൗസ്. നല്ല സാരിയാണ്, നല്ല സെമി സിൽക്ക് സാരിയാണ്. സോഫ്റ്റ് സിൽക്കുമാണ്, പടുപടാന്നൊന്നും നിൽക്കുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ്. ഇത് കണ്ടോ, ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നല്ലതാണ്. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഫംഗ്ഷനുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പം മിതമായിട്ട് റേറ്റിൽ കിട്ടുമ്പം നമുക്ക് നല്ലതുമല്ലേ, അത്രേ ഉള്ളൂ. ഇതിൻ്റെ വേറെ കളറുകളുണ്ട്, 1-2 കളറും കൂടെ ഉണ്ട്. ഇതൊക്കെ പിന്നെ ഇതിനകത്തൊരു കാര്യം, ഇതൊന്നും നമ്മൾ സാധാരണ ഡെയിലി വീഡിയോസിൽ കാണുന്ന പോലെ ഒന്നിലധികം സ്റ്റോക്കില്ല. യുണീക്ക് പീസ് എന്ന് പറഞ്ഞ പോലെ ഓരോന്നേ ഉള്ളൂ. ഇതിനെല്ലാം ഒരെണ്ണം കൂടെ സ്റ്റോക്കില്ല. ഒറ്റ കളറിന് ഒരു സ്റ്റോക്കേ കാണാം. അങ്ങനെയുള്ളതാണ് ഈ ഡിസ്കൗണ്ട് സെയിൽ വരുന്നത്. അടുത്ത കളറ് ഒരു ചില്ലി റെഡ് ഷെയ്ഡ്. ചില്ലി റെഡും രാമാഗ്രീനും പോലെ അങ്ങനെ ഒരു ഷെയ്ഡ്. ഇത് തന്നെ മുമ്പേ കാണിച്ച സാരി തന്നെ, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ബാക്കിയെല്ലാം സെയിം. കണ്ടോ, ഇത് ഞാൻ ഒത്തിരി നൂർത്ത് ഒരെണ്ണം കണ്ടതിൻ്റെ കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അല്ല, ഡിസ്കൗണ്ട് സെയിൽ ആയതുകൊണ്ട് ഞാൻ കാണിക്കാത്ത തന്നെ ചോദിച്ചാൽ. പിന്നെ ഇത് ഒത്തിരി നൂർത്ത് കാണിച്ച് കഴിയുമ്പോൾ ഇത് ഒരൊറ്റ പീസല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് ഇത് തന്നെയല്ലേ തരേണ്ടത്. അപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ശരിയാകത്തില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. പീക്കോക്ക് ബ്ലൂ പോലത്തെ ഷെയ്ഡ്, എന്നിട്ട് ഒരു മെറൂണോ റെഡോ അങ്ങനെ, അല്ലെങ്കിൽ ബ്രിക്ക് റെഡ് അങ്ങനെ ഒരു വരുന്ന ബോർഡർ. ഇത്തെ കൂടെ പോയിരിക്കുന്ന കോപ്പർ വീവിങ് ആണ്. ഇത് മുഴുവൻ വീവിങ് ആണ്, പ്രിൻ്റ് ഒന്നുമല്ല, നല്ല വീവിങ് തന്നെയാണ്, സോഫ്റ്റാണ്. ഇതുണ്ടോ, ഇതിപ്പോൾ പല ലെയറിൽ മടക്കി വെച്ച് ഇതുണ്ടോ, ഇത്രയും സോഫ്റ്റാണ്. ഉണ്ടോ, ബ്ലൗസും അതെ സോഫ്റ്റാണ്. കൈ കിട്ടുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പം റേറ്റ് കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കണം. അതിൻ്റെ വില ഞാൻ പറഞ്ഞാൽ ഒറിജിനൽ വില അല്ലാത്ത വില. ഞാൻ ഇപ്പോൾ ഉണ്ടല്ലോ, ചിലപ്പോൾ ഒരേ മോഡൽ തന്നെ പലയിടത്ത് ഇപ്പം ഇത് തന്നെ ഇതിൻ്റെ കളറുകൾ ഒന്നിച്ചായിരിക്കുമല്ലോ കാണിക്കുന്നത്. കാരണം ഞങ്ങൾ അങ്ങനെയൊന്നും അടുക്കി വെച്ചിട്ടില്ല. ഇത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, ഈ സാരി ഖാദി സിൽക്കിൻ്റെ സാരി. ഈ അടുത്ത നാളിൽ കാണിച്ചതാണ്. ഇതൊന്നും ഫോൾഡിങ് ഒന്നും ഇതിൻ്റെ പോലെ ഒന്നിൻ്റെ നൂർന്നിട്ട് പോലും ഇല്ല. നല്ല പാരറ്റ് ഗ്രീൻ ഷെയ്ഡ്. അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ വരും.
ആ പാരറ്റ് ഗ്രീൻ്റെ ബ്ലൗസ്. നിങ്ങൾക്ക് അതിലത്തെ വേണമെങ്കിൽ പിങ്ക് ഉണ്ട്, അതിടാം. മുന്താണി വന്നിട്ട് ഇത് ഇങ്ങനെ കണ്ടോ, ചുമ്മാ ഒരു സാരി, വലിയ റേറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ഓണക്കോടി എന്ന് പറഞ്ഞാൽ ഓണക്കോടി തന്നെയാണ്, ഒരിക്കലും കോടിയല്ലാത്തതല്ല കേട്ടോ. കോടി മീൻസ് പുത്തനല്ലാത്തല്ല. എൻ്റെ വില 350 രൂപ. 490 രൂപയുടെ ആയിരുന്നു, ഇപ്പം 350 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ വേറൊരു ഷെയ്ഡ്, നല്ലൊരു യെല്ലോ ഷെയ്ഡ്, യെല്ലോ വിത്ത് ആഷ് വിത്ത് പിങ്ക്. ഉണ്ടോ, കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം, ബാക്കിയെല്ലാം സെയിം ആണ്. ഇതിനകത്ത് 90% 90% അല്ല 100% എന്നും അറിയാം. ഓൺലൈനിൽ കാണിച്ചതേ ഉള്ളൂ, ഓൺലൈനിൽ കാണിക്കാത്തതൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് വേണമെങ്കിൽ പഴയ വീഡിയോ എടുത്ത് നോക്കി ഇതിൻ്റെ കറക്റ്റ് വിലയാണോ പറയുന്നതെന്ന് അറിയാം. മീൻസ് ഒറിജിനൽ വില പറയുന്നതേ ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് അതുകൊണ്ടാണ്. ഇതിൻ്റെ ഒറിജിനൽ വില എത്രയാണെന്ന് അറിയത്തില്ല. 590 ഇപ്പോൾ ഇത്തെ കിടപ്പുണ്ട്. വേറെ സാരി കാണും അല്ലേ? ഇതാണ് ഒരു സോഫ്റ്റ് സിൽക്ക് സാരി. ഇതിൻ്റെ ഇപ്പോഴത്തെ വില 590 രൂപ. എത്രയാണ് ഒറിജിനൽ പ്രൈസ് എന്ന് ഞാൻ പറയാവേ. ഇതാണ് മുന്താണി, ഉണ്ടോ, ഡാർക്ക് മെറൂൺ ഷെയ്ഡ്. പിന്നെ ബ്ലൗസ് വന്നിട്ട് ഈ ഒരു ഇത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് പലർക്കും, എനിക്കറിയാം ധാരാളം ആൾക്കാർ നമ്മുടെ ഓൺലൈനിൽ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ഷോപ്പിൽ വരുന്നവരുണ്ട്. അപ്പോൾ ഒരു കാര്യമാണ്, നിങ്ങൾക്കൊക്കെ ഡൗട്ട് കാണും, ഇത് ഷോപ്പിൽ ഡയറക്റ്റ് വന്നാൽ ഇത് കിട്ടുമോ. നമ്മളിപ്പോൾ ഡയറക്റ്റ് ഷോപ്പിൽ ഓൺലൈൻ ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞ ഒരു സംഭവം ലഭ്യമാക്കിയിട്ടില്ല ഇന്ന് വരെ, ഈ നേരം വരെ ലഭ്യമാക്കിയിട്ടില്ല. ഇത്രയും ഈ കാണിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഡിസ്കൗണ്ട് സെയിലുള്ളൂ. അത് നിങ്ങൾ ഓൺലൈനിൽ വന്നാൽ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, ഷോപ്പിൽ ഡയറക്റ്റ് വന്നാൽ ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. കാണാൻ വളരെ ചാൻസ് കുറവാണ്. എന്നാന്ന് ചോദിച്ചാൽ ഓൺലൈനിൽ കാണിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തീർന്നു പോകും. ഡിസ്കൗണ്ട് സെയിലിൽ പെട്ടെന്ന് വൈകുന്നേരം അന്നത്തെ ദിവസം തന്നെ തീർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഷോപ്പിൽ വന്നിട്ട് പരിഭവിക്കരുത്. ഷോപ്പിൽ ഇപ്പം തിരക്കൊക്കെ ഉള്ള സമയമാണല്ലോ, ഓണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഷോപ്പിലും കുറച്ച് ലഭ്യമാക്കാൻ ഞാൻ ശ്രമിക്കാം. നേരമില്ലാത്തതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഞങ്ങൾ എങ്ങനെയാണ് ഒന്ന് റെഡിയാക്കിയെന്ന് എനിക്കൊരു പോലും അറിയത്തില്ല. അത്രയ്ക്ക് സത്യം പറഞ്ഞു കേട്ടോ, ചുമ്മാ പറയുന്നതല്ല. അതുകൊണ്ട് ഷോപ്പിൽ വന്നിട്ട് ഡിസ്കൗണ്ട് സെയിലിൽ കിട്ടിയില്ലെങ്കിൽ പരിഭവിക്കരുത്. ഞാനത് വ്യക്തമായിട്ട് പറയുകയാണ്. ഇത് ഓൺലൈനിൽ കാണിക്കുന്നത് ഓൺലൈനിൽ മാത്രമേ ഇപ്പം ഡിസ്കൗണ്ട് സെയിലുള്ളൂ, ഷോപ്പിലില്ല. ഷോപ്പിൽ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഞാൻ ഓൺലൈനിൽ പറയുകയും ചെയ്യും. ഇതിൻ്റെ മുന്താണി അത് സെയിം അല്ലേ. ഇതിൻ്റെ വില പറഞ്ഞില്ലല്ലോ. വില പറഞ്ഞോ? അവരാരെയും കൂടെ വിളിക്കുക പറഞ്ഞോ? എനിക്കല്ല ഒറിജിനൽ പ്രൈസ് കൂടെ പറയണ്ടേ. 890 590 ഇപ്പോഴത്തെ റേറ്റ്. അതിൻ്റെ തന്നെ വേറൊരു കളർ കേട്ടോ. 890 രാമാഗ്രീനും നേവി ബ്ലൂവും കൂടെ കൂടിയത് കണ്ടോ. ഞാനിത് ഒത്തിരി അഴിക്കാത്ത എന്നാണെന്നറിയാവോ. സാധാരണ നമ്മളിപ്പോൾ ഓൺലൈനിൽ ഒരു സാരി കാണിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അപ്പം അതിൽ നിന്ന് വേറെ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാം. പക്ഷേ ഇതങ്ങനെ ഇല്ല, നിങ്ങൾക്ക് ഈ കാണിക്കുന്നത് തന്നെ വേണം അയച്ചു തരാൻ. അപ്പം അതിൻ്റെ ഫോൾഡിങ് ഒത്തിരി മാറിക്കഴിഞ്ഞാലേ അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒത്തിരി നിവർത്തി കാണിക്കുക. ഒരെണ്ണം കാണിച്ചിട്ട് ബാക്കിയുള്ളത് നിവർത്താതെ കാണിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഓർമ്മയുണ്ടോ ഈ സാരിയൊക്കെ? അടുത്ത നാളത്ത് കാണിച്ചാൽ നമുക്ക് ഒത്തിരി സെയിലായ സാരിയാണ് ഇത്. ഒത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര റീസ്റ്റോക്ക് കൊണ്ടുവന്ന് എനിക്കറിയത്തില്ല, അതുപോലെ റീസ്റ്റോക്ക് കൊണ്ടുവന്നൊരു സാരിയാണ്. അതിൽ നിന്ന് ഇപ്പം മിച്ചം വന്ന് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളെന്നാണ്. 2 അല്ലേ? 2 ഉണ്ട്. 2 പീസേ ഉള്ളൂ കേട്ടോ, അതിന് വേറെ പീസില്ല. കണ്ടോ, ഒരു ഡാർക്ക് ബ്ലൂവിഷ് ഗ്രീൻ അല്ലെങ്കിൽ ടീൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്. എന്നിട്ട് ഇവിടെ പർപ്പിളാണ് മുന്താണിയായിട്ട് വരുന്നത്. ബ്ലൗസും പർപ്പിള്, എന്നിട്ട് ബോർഡർ ഉണ്ട് ഇങ്ങനെ കയ്യിൽ. ഈ ഒരു ബോർഡർ വരും ബ്ലൗസ്. എല്ലാവരും തിരക്കുക, അല്ലെങ്കിൽ അവരാരെയും വിളിച്ച് നിർത്തി വിലയും കൂടെ അന്നേരം പറയായിരുന്നു. 875 രൂപയാണ്. നേരത്തെ വില 1180 രൂപ. 1180 അല്ലേ? ഇത് അതിൻ്റെ വേറൊരു കളറ്, നേവി ബ്ലൂ വിത്ത് ഡാർക്ക് മെറൂൺ, റെഡിഷ് മെറൂൺ. അതിൻ്റെ തന്നെ വേറൊരു കളർ കേട്ടോ. ബാക്കിയെല്ലാം സെയിമാണ്, പ്രിൻ്റ് എല്ലാം സെയിമാണ്, ഡിസൈൻ എല്ലാം സെയിമാണ്, കളർ മാത്രം ചേഞ്ച്. മെറ്റീരിയലും സെയിം. സെമി സിൽക്കാണ് ഇതല്ലാതെ, സോഫ്റ്റ് സിൽക്കാണ്.
ഇനി ഇത് ഭയങ്കര സോഫ്റ്റ് സിൽക്കായിട്ടുള്ളൊരു നല്ല സാരി. ഇതൊക്കെ സത്യം പറഞ്ഞാൽ റിഡക്ഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഷോപ്പിൽ വെക്കാവുന്നേ ഉള്ളൂ. ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പുതിയ മോഡൽസ് എപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്ഡേഷൻ എനിക്ക് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യം. എപ്പോഴും എന്ത് കാര്യത്തിലാണെങ്കിലും, നമ്മളിപ്പോൾ ഒരു വണ്ടിയുടെ കാര്യത്തിലാണെങ്കിലും അപ്ഡേഷൻ വേണമെന്നുള്ള ചിന്താഗതിക്കാരിയാണ് ഞാൻ. എന്നും ഒരേ സാധനം തന്നെ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് നടക്കുന്നതിനോട് എനിക്കൊരു അഭിപ്രായമില്ല. എനിക്ക് അപ്ഡേറ്റഡ് ആകണം നമ്മളെപ്പോഴും എന്നുള്ളത്. അതിപ്പോൾ ഇപ്പോൾ ഒരു വണ്ടിയാട്ടെ, ഡ്രസ്സാട്ടെ, എന്താട്ടെ, കളറ് ഇത് പർപ്പിൾ, ഇവിടെ നേവി ബ്ലൂ, എന്നിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ ബുട്ട നല്ല സോഫ്റ്റാണ്. ഇതുണ്ട്, ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ടുള്ള സാരിയാണ്. ഇതിൻ്റെ വില 1290, ഇപ്പോൾ 1050. നല്ല പുതുപുത്തൻ സാരിയാണ്. ഞാനൊരുമാതിരി തുടരുതാത്ത പോലെയാണ് പോയി പിടിക്കുന്നത്. ഓർമ്മയുണ്ടായിരിക്കും, ഇത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എന്തോരം സെയിലായത് ഓർക്കുന്നുണ്ടോ ഈ സാരി? ഇത് റീസ്റ്റോക്കിന് വേണ്ടിയിട്ടൊക്കെ കിടന്ന് എന്തോരം ബഹളം വെച്ചിട്ടുണ്ടെന്നറിയോ. ചില സാരികൾ കഥ പറയുമെന്ന് പറഞ്ഞാൽ ചില സാരികൾ കാണുമ്പോൾ നമുക്ക് പല കഥകൾ ഓർമ്മ വരും. നമ്മൾ ഈ ഡീലേഴ്സുമായിട്ട് കിടന്നേ അവർ നമ്മൾ പറയുന്നതിനകത്ത് ചിലപ്പോൾ ഒരു ഡിസൈൻ വ്യത്യാസപ്പെട്ടായിരിക്കും വരുന്ന റീസ്റ്റോക്ക് വരുമ്പോൾ നമ്മൾ പെടും ചില സമയത്ത്. അപ്പോൾ അവർ പറയും അതൊരു കുഞ്ഞ് ഡിസൈനല്ലേ വ്യത്യാസമുള്ളത്. കസ്റ്റമർ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചേക്കുന്ന സാധനത്തിന് അത് തന്നെ കൊടുക്കണ്ട, അതിൻ്റെ ഡിസൈൻ വ്യത്യാസപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ? ഇത് മുന്താണി ഫ്ലോറൽ പ്രിൻറ്റ്, സെമി സിൽക്കിൽ ഫ്ലോറൽ പ്രിൻറ്റ് വരും. ചെറിയ ബോർഡർ ഇവിടെ മുകളിൽ താഴെ ഇങ്ങനൊരു ബോർഡർ. മുന്താണി വരുമ്പോൾ ഇങ്ങനെ പ്ലെയിനാണ്. ബ്ലൗസ് ഇങ്ങനെ പ്ലെയിൻ വന്നിട്ട് ആ ഒരു പീച്ചല്ല, ബ്രിക്ക് കളർ, ബ്രിക്കിൻ്റെ കളർ. അയ്യോ വില പറഞ്ഞില്ലല്ലോ. 680 ഇപ്പം 489. അതിൻ്റെ തന്നെ വേറൊരു കളറ് കോഫി, നല്ല കോഫി. ഇത് സത്യം പറഞ്ഞാൽ അന്ന് ആ സമയത്ത് വിറ്റഴിക്കാൻ പറ്റാതായി പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് പിന്നെ 2-3 വീഡിയോ കയറി കഴിയുമ്പോൾ ഇത് പഴയ വീഡിയോ കണ്ടിട്ട് ചോദിക്കുമ്പോൾ ഇവിടെ ഇരുന്നിട്ടും ഇല്ല എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ അശ്രദ്ധ കൊണ്ടും നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റാതിരുന്നതുകൊണ്ട്. ഇതിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ കോഫി ബ്രൗൺ ചോക്ലേറ്റ് ഷെയ്ഡാണ് അല്ലേ ചോക്ലേറ്റ് ഷെയ്ഡാണ്. എന്നിട്ടൊരു പീച്ചിൻ്റെയോ അല്ലെങ്കിൽ ബ്രിക്ക് റെഡിൻ്റെയോ ഒക്കെ ഒരു ഡാർക്ക് കളർ, എന്നിട്ട് നല്ല ഫ്ലോറൽ പ്രിൻറ്റും ഒക്കെ ആയിട്ട്. ഈ സാരി എന്തുകൊണ്ടോ എനിക്കറിയില്ല, ഭയങ്കര ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാരിയായിരുന്നു ഇത്. ഭയങ്കര ഒത്തിരി ആൾക്കാർ ആവശ്യപ്പെട്ട സാരി. മേടിച്ചവർക്കറിയാം, മേടിച്ചവർ അതിൻ്റെ വില ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. 680 ആയിരുന്നു അന്നത്തെ വില. ബ്ലൗസ് ഇത് തന്നെ പ്ലെയിൻ. തിരിച്ച് മടക്കുമ്പോഴാണ് അത് ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ വയലറ്റ്, അയ്യോ താഴെ പോയോ, ഒരു മിനിറ്റ്. 2 പേര് കൂടി 4 പേര് കൂടിയൊക്കെ മടക്കേണ്ടി വരും. അതിൻ്റെ ഇതുണ്ട് വയലറ്റ് ഷെയ്ഡ്, സെയിം തന്നെ നല്ല ഡാർക്ക് വയലറ്റും. ഇവിടെ വരുമ്പോൾ ഒരു ഡബിൾ ഷെയ്ഡ് പോലെയാണ്. ഇവിടെ വരുമ്പോൾ എന്താ കളറ്, ഒരു ബേജ് കളർ പോലത്തെയൊക്കെ ഒരു കളർ. ഇവിടെ വരുമ്പോൾ കസവാന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല, ബേജ് പോലത്തെ. കോപ്പറാണോ? ആ കോപ്പറിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്. ഇത് ബോഡി. കറക്റ്റ് കളറാണോ കിട്ടുന്നത്? നല്ല നല്ല സാരി കേട്ടോ. എനിക്ക് കാണാൻ പറ്റുന്നില്ല, കണ്ണാടിക്കകത്താണെങ്കിലും കാണാൻ പറ്റുന്നില്ല. ഇത് വേറൊരു സാരി, മൈസൂർ സിൽക്ക്. 1390 ആയിരുന്നു, ഇപ്പോൾ 1130. ഇത് സാരി ഒരു ഡബിൾ ഷെയ്ഡ് തോന്നുന്നുണ്ടല്ലേ, ഡബിൾ ഷെയ്ഡ് തോന്നുന്നുണ്ടോ? ഒരു ഗ്രീനും ആയിട്ട് കൂടെ പോയിരിക്കുന്ന സ്ക്വയറിനൊരു പർപ്പിൾ കളറും ഉണ്ട്, ഒരു കോപ്പർ ഷെയ്ഡും ഉണ്ട്. എന്നിട്ടിങ്ങനെ ഒരു ബോർഡറും. മുന്താണ് ഇങ്ങനെ. ഇത് വരും ബ്ലൗസ്. ഇടയ്ക്ക് എൻ്റെ ചാനൽ എവിടെയോ പോയി, ചാനലല്ല പോയത്, എൻ്റെ ചിന്ത എവിടെയോ. ചാനൽ ഒന്ന് കട്ട് ചെയ്ത് ഇതെടുക്കണം. ഞാൻ ഇപ്പോൾ വീഡിയോ കട്ട് ചെയ്തപ്പോഴേ ഇവിടെ പറയുമായിരുന്നേ, ഇന്നെ വർത്താനം ഒന്നും തീരെയില്ലല്ലോ എന്ന്.
എന്നൊക്കെ ചെയ്യണമെന്ന് അറിയത്തില്ലെന്നേ. അതുകൊണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും എപ്പോഴും എനിക്ക് ഞാൻ പരാധീനം പറയുന്നു കൂടുന്നുണ്ടോ? പരാധീനം പറയുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇതൊക്കെ പരാധീനമാണോ അല്ലേ? എന്തോന്നാ അത്? ഓണമൊക്കെ അല്ലേ, അതിൻ്റെതായ തിരക്കും കാര്യങ്ങളും ഒക്കെ ഇല്ലേ നമുക്ക്. ഞാൻ പറയുമായിരുന്നു പണ്ട് രാമണ്ണുള്ള പോലെ 10 തലയും 10 ചെവിയും 10 കണ്ണും എല്ലാം കിട്ടുമായിരുന്നു. 10 അല്ല 20 കണ്ണും ഒക്കെ കിട്ടുമായിരുന്നു. ഓരോ സ്റ്റാഫിനെയും ഓരോ കസ്റ്റമറേയും ഓരോ ഡീലറേയും എല്ലാം ഓരോരുത്തരെ ഏൽപ്പിക്കായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലതായിരുന്നു അല്ലേ? നമുക്ക് ചിലപ്പോൾ വീട്ടമ്മമാർക്ക് അങ്ങനെയൊക്കെ തോന്നുകയില്ലേ, നമുക്ക് 10 കൈയും കൂടെ ഉണ്ടായിരുന്നെങ്കിലും തോന്നില്ല. 10 വായോ? 10 വായ. കൊള്ളാലോ. 10 ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു. 10 ഭർത്താവും വരും. എൻ്റെ പൊന്നെ, ഇതിൻ്റെയൊക്കെ മനസ്സിലെ പോക്ക്. 10 ഭാര്യ 10 ഭർത്താവ്. ഞാൻ ഈ നാട്ടുരക്തത്തിൽ പങ്കില്ലേ? ഉണ്ടോ ഈ സാരിയൊക്കെ? ഓർമ്മയുണ്ടോ? ഓർമ്മ കാണും, മിക്കവർക്കും ഓർമ്മ കാണും. ഇതിൻ്റെ വില ഇപ്പോൾ 550 ഇപ്പം 400. ഇതിൻ്റെ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഒത്തിരി 8 കളറും 8 ഷെയ്ഡും കണ്ട് വന്നതാണ്. ബ്രാസോ. എന്നെ സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് മുഴുവൻ ഈ സാരിയും പരിചിതമായിരിക്കുമെന്ന് എനിക്ക് സ്ഥിരം ഉറപ്പാണ്. എൻ്റെ വീഡിയോ, നമ്മുടെ വീഡിയോ, എൻ്റെ അല്ല നമ്മുടെ വീഡിയോ, എൻ്റെ മീൻസ് ഒന്നുമില്ല, നമ്മളേ ഉള്ളൂ അല്ലേ? ഞാനിവിടെ ഭയങ്കര വീഡിയോയിൽ നോക്കി ക്യാമറയിൽ നോക്കി അല്ലേ എന്നൊക്കെ ചോദിച്ചിരിക്കുക. ക്യാമറ ഇരിക്കുന്നത് എവിടെയായിരിക്കും? ഇതെന്നാ ഒരു എന്നെ കളറാ റോസ്, അങ്ങനെ മിക്സഡ് ആയിട്ടുള്ളൊരു കളർ കേട്ടോ. ഇവിടെയോട്ട് വരുമ്പോൾ ഡാർക്ക് പർപ്പിൾ. ബ്രാസോ സാരി അറിയാമല്ലോ അല്ലേ? ബ്രാസോ സാരി ഇതാണ്, ട്രാൻസ്പെറൻസി ഇതാണ്, ഇങ്ങനെ ഒരു. പിന്നെ അതിൻ്റെ മുന്താണി, ഇത് ബ്ലൗസ്. ഈ പിന്നെ മടക്കാൻ വലിയ പാടില്ല. ഇത് ബ്ലൗസ് കേട്ടോ. ഇത് വരും മുന്താണി കണ്ടോ. പർപ്പിളും റോസ്, ഡാർക്ക് ഓനിയൻ കളറ്, അങ്ങനെ കുറച്ച് കളറുകളുടെ മിക്സഡ് ആണ്. ഇത് റേറ്റ് ഞാൻ പറയാവേ, അടുത്തത്തെ നോക്കി പറയാം. ഇത് മൊത്തം നൂർത്തില്ലേ, അടുത്തത് നൂർക്കാതെ നോക്കിയിട്ട് വില പറയാം. ഈ സ്ക്രീനിലുണ്ട് കേട്ടോ വില, ഞാനിങ്ങനെ പറയുന്നതല്ല. സ്ക്രീനിൽ വിലയുണ്ട്. 650 ഇപ്പം 520. ഇതൊക്കെ ഭയങ്കരമായിട്ട് കുറയ്ക്കാത്തത് എന്നാന്ന് ചോദിച്ചാൽ പുത്തനായതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഒരു സാരി നമ്മളിപ്പം 10,000-15,000 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പം 10-100 രൂപ 200 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നത് തന്നെ നമുക്ക് വലിയ കാര്യം. അപ്പോൾ ഒരു സാരി വാങ്ങിക്കുമ്പം 100-200 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നതും നല്ലതല്ലേ? ഇതാണ് അടുത്ത ഷെയ്ഡ് കേട്ടോ. ഒന്നുമില്ല, ബാക്കിയെല്ലാം സെയിം. ഇനി ഒരു ജോർജറ്റിൻ്റെ ചെക്ക് ഡിസൈൻ വരുന്ന സാരി. മുന്താണി കാണുന്നുണ്ടോ ഇതിന്? അതോ മുന്താണി ഇല്ലയോ? മുന്താണി ഉണ്ടല്ലേ? ഉണ്ടോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത് മുന്താണിയല്ലേ? നല്ല പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് കണ്ടോ. ഇതാണ് മുന്താണിയുടെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നിറച്ചും ഗോൾഡൻ സെറി വീവിങ് ഇങ്ങനെ പോകുന്നുണ്ട്. അതാണ് മുന്താണി. ഇങ്ങനെ ചെക്കാണ് ഡിസൈന്. ജോർജറ്റാണ് മെറ്റീരിയൽ. ഇത് ജോർജറ്റായിട്ട്, ജോർജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജറ്റ് എന്ന് എഴുതി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പോട് കൂടി പറയുന്നത്. ഇതിൻ്റെ വില 1390 ഇപ്പോഴത്തെ വില 1100 രൂപ കണ്ടോ. ബ്ലൗസ് സെൽഫാണ്, റണ്ണിങ് ബ്ലൗസ് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ഗോൾഡോ അല്ല സിൽവറോ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ പ്ലെയിൻ ബ്ലൗസ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നല്ല സാരിയാണ്. ഇച്ചിരിയല്ല, നല്ല ഫങ്ഷൻ വെയർ സാരി. ഇന്ന് കാണിച്ചതിൽ മുക്കാലും ഫങ്ഷൻ വെയർ സാരിയാണ്. അതിൻ്റെ വേറെ കളറേ പിക്കോക്ക് ബ്ലൂ. ഇതിപ്പം പർപ്പിളിൻ്റെ ഡാർക്ക് കണ്ടോ. കാണിച്ചത് വേഗമായി പോയോ? പർപ്പിളിൻ്റെ ഡാർക്ക്, നേവി ബ്ലൂ. ഇതിൻ്റെ റീസ്റ്റോക്ക് വരുമെന്ന് ചോദിക്കരുത് കേട്ടോ. ചിലപ്പോൾ എനിക്ക് ചിരി വരും. ഡിസ്കൗണ്ട് സെയിലിൽ അങ്ങനെ ശ്രദ്ധിക്കാതെ ചോദിക്കുന്ന റീസ്റ്റോക്ക് വരത്തില്ല. ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മിച്ചം വന്നിരിക്കുന്ന സാധനങ്ങളല്ലേ, അത് പിന്നെ റീസ്റ്റോക്ക് വരില്ല. ഇതല്ലേ, ഇതിപ്പം വന്നിട്ട് ഡാർക്ക് ചോക്ലേറ്റ് കളർ. ഇനി ഈ സാരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ആ മൺസൂൺ കാലത്ത് ഇഷ്ടം പോലെ സെയിലായ സാരിയാണ്.
നമ്മളുടെ ഷിഫോൺ ഒഴുക്കൻ സാരി എന്തോരം പേർക്ക് ഇഷ്ടം. ഒത്തിരി പേര് മേടിച്ച് പിന്നെ അനാർക്കലി കുർത്തി ചുരിദാർ ഏതാണ്ടൊക്കെ തയ്ച്ച് നമുക്ക് ഫോട്ടോ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലൈറ്റ് ബ്ലൂ ഷെയ്ഡേ കൂടെ ഇങ്ങനെ ലൈൻസ് ഉള്ള സാരി. ഒട്ടും വിലയില്ലായിരുന്നു, അന്നും വിലയില്ല, ഇപ്പം അതിലും വില തന്നു. പിന്നെ പുത്ത സാരിയാണ്, അത്രയും സമാധാനിക്കാം. ഇത് 435 കിടപ്പുണ്ടേ. നോക്കട്ടെ വില, ഇത് ആ വിലയാണോ ഇപ്പോഴത്തെ വില, പഴയ വിലയാണോ നോക്കട്ടെ. മറ്റേത്തെ നോക്കാം. സോറി, 399 രൂപ ഇപ്പോഴത്തെ വില. അങ്ങനെയാന്ന് തോന്നുന്നു, 480 നേരത്തെ അല്ലേ. ഇപ്പോഴത്തെ വില പേന കൊണ്ട് എഴുതി, അതുകൊണ്ട് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇത് വരും അടുത്തത്. ഉണ്ടോ, ഇതിൻ്റെ കളറൊന്ന് ബേജ് കളറെ കൂടെ ഇങ്ങനെ നമ്മുടെ എന്നാ പറയുന്നത്, ലഹരിയ പോലെ ചെയ്തേക്കുന്ന, ലഹരിയയുടെ ഷേപ്പ്, ലഹരിയ ഡിസൈൻ എന്ന് പറയുന്നത് ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ലൈൻസ് പോയിരിക്കുക. ആഷ് കളർ. ഇതും അന്ന് സത്യം പറഞ്ഞാൽ എന്തോരം പേര് ചോദിച്ചാൽ പലർക്കും ഇവിടെ ഇരുന്നിട്ടും കൊടുക്കാൻ പറ്റാതെ പോയ ഒരു ഐറ്റം. അതുപോലെ ഓർഡർ വന്നു കഴിയുമ്പോൾ പിറ്റേ 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ നോക്കാനൊന്നും സമയം കിട്ടാതെ വരുമ്പോഴത്തേനും നമ്മൾ എന്നെ എടുക്കും, ഇല്ല ഓർഡർ എടുക്കാതിരിക്കും. സത്യം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ചിലപ്പം വിഷമം വരും, നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാണ് വീഡിയോ എടുക്കുന്നത്, എന്നിട്ട് പല സാധനവും ഈ കസ്റ്റമറോട് ഇല്ലയെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ഇരിക്കുന്ന കാണുമ്പോഴത്തേനുമേ എനിക്ക് സങ്കടവും വരും, ദേഷ്യവും വരും, ഞാൻ കിടന്ന് ചൂടാവുകയും ചെയ്യും. ചൂടാവെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇത്ര ചിരിക്കുന്നല്ലേ, അങ്ങനെയാണോ വിചാരിച്ചേ? ഒന്നും ചെവിയും കേൾക്കില്ലേ? ഇങ്ങോട്ടാ ചോദിച്ചേ. ഇത് അടുത്തൊരു സാരി, ഇത് ഒരു സോഫ്റ്റ് സാരി, നമ്മുടെ ഒരു ബ്രാസോ സാരിയുടെ, ബ്രാസോ പോലല്ല, അതുപോലത്തെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഷിഫോണിൻ്റെ അത്രയും ഒരു ഒഴുക്കനല്ല, എന്നാലും ഷിഫോണിന് വേണമെങ്കിൽ പറയാം ഒരു സാരി. ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്. ഇനി ഇപ്പം ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ, ഒറ്റ പീസ്, യൂണിക് പീസ്. എന്താണ് ഇങ്ങനെ വരും, സാരി ഇങ്ങനെ വരും, ബ്ലൗസ് ഇങ്ങനെ വരും. പ്രൈസ് എങ്ങനെ വരും? പ്രൈസ് താഴെയാ. എനിക്ക് ഇതിപ്പോൾ പ്രൈസ് ഞാൻ പറഞ്ഞില്ലേ ശരിയാകത്തില്ല, കാരണം എനിക്കല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. ഒറ്റല്ല എത്ര എണ്ണോ എഴുതിയേക്കുന്നത്, 525 എഴുതിയിട്ടുണ്ട്, 460 എഴുതിയിട്ടുണ്ട്. അത് നോക്കിയിട്ടിടാം അല്ലേ. ഇതിപ്പോൾ അടുത്തത് എന്നതാന്നേ, എന്നാ ആക്ഷൻ കാണിക്കുന്നേ? നിങ്ങളുടെ ആംഗ്യ ഭാഷയും കോഡ് ഭാഷയൊന്നും എനിക്കറിയത്തില്ല എൻ്റെ അപ്പം, എനിക്കിതൊന്നും ശ്രദ്ധിക്കാൻ നേരവും ഇല്ല. ഇതിന് പറയുന്നത് ഒരു സോഫ്റ്റി സിൽക്ക് സാരിയാണ്, നല്ല സാരിയാണ്. ഞാൻ ഈ സാരി കൊടുത്തപ്പോൾ പറഞ്ഞ ബിന്നി സിൽക്ക് സാരിയുടെ കഥ പറയുന്ന ഓർക്കുന്നുണ്ടായിരുന്നോ എന്നറിയത്തില്ല. ബിന്നി സിൽക്ക് സാരി പോലെ തോന്നിക്കുമെന്ന് പറഞ്ഞിരുന്നു ഞാൻ അന്ന് പറയുമായിരുന്നു. ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്, ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സിക്സാഗ് ഡിസൈൻ വരുന്ന ബ്ലൗസ്. മുന്താണ് ഇങ്ങനെ, പിന്നെ താഴത്തെ ബോർഡറിന് ഇച്ചിരി കൂടി വീതി കൂടുതലുണ്ട്, മുകളിലത്തെ ബോർഡറിനെ കഴിഞ്ഞും ഒരു പൊടിക്ക് വീതി കൂടുതലുണ്ട്. നല്ല സോഫ്റ്റുമാണ്. നമ്മുടെ പഴയ ബിന്നി സിൽക്കൊക്കെ ഓർമ്മയുള്ളവരുണ്ടോ എന്നറിയത്തില്ല. എൻ്റെയൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അന്നൊക്കെ ഹിറ്റായിട്ടുള്ള സാരിയായിരുന്നു. എൻ്റെ ടീച്ചർ ബിന്നി സിൽക്ക് സാരി എടുത്തുകൊണ്ട് വരുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും, എൻ്റെ അമ്മയ്ക്കും വേണം ബിന്നി സിൽക്ക് സാരി എന്നൊക്കെ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഓർക്കും, കഴിഞ്ഞു അല്ല അന്നേ ഈ ഡ്രസ്സിനോട് ഭയങ്കര ഇതുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ദൈവം എവിടെയൊക്കെ അല്ലേ കൊണ്ട് എത്തിക്കുന്നത്. അവിടുന്ന് ജോലി ചെയ്ത മേഖല, പഠിച്ചത് വേറെ ഇത് അല്ലേ, പഠിച്ചത് മനുഷ്യൻ്റെ മനസ്സും അങ്ങനത്തെ സംഭവങ്ങളും സോഷ്യോളജിയും പിന്നെ MSW ഇതൊക്കെ. വന്നത് ഫാഷൻ ഡിസൈനിങ് ഒന്നും അറിയത്തില്ലാത്ത ഞാൻ ഇവിടെ. ഇതാണ് അടുത്ത സാരി. ഇതേ കെട്ടുപോലും പൊട്ടിച്ച്, ഇങ്ങോട്ട് നോക്കുക, പൊട്ടിച്ചിട്ടില്ല, ഞാൻ പൊട്ടിക്കുന്നുമില്ല. പൊട്ടിക്കണോ? പൊട്ടിച്ചില്ലെങ്കിൽ ഇങ്ങനെ കാണിക്കും അല്ലേ. ഇതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, തീർന്നു പോയി. ഈ ഒരൊറ്റ കളറും കൂടെ ഉള്ളൂ. ഇതാ സിക്സാഗ് ഡിസൈൻ, ഇങ്ങനെ ബോർഡർ. മുന്താണിയാണ് ഈ കാണുന്നത്. എന്താണ് ഇതിപ്പം ഒരു സെമി ചന്തേരിയുടെ ഒക്കെ കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. ഇങ്ങനെ ഒരു സാരി. അയ്യോ അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല, ഇത് മുന്താണിയാണല്ലോ. ഇത് വരും ബ്ലൗസ്. പിന്നെ ബോഡി വന്നിട്ട് ഇങ്ങനെ. ഇതിൻ്റെ വില 890 രൂപയാണ്. അല്ല, ഇപ്പോഴത്തെ വില 890. 1380 തോന്നുന്നു എഴുതിയേക്കുന്നത്.
ഇത് ഒരു വില എഴുതിയപ്പോൾ എഴുതുള്ളല്ലോ, ഒറിജിനൽ വില എഴുതുകയല്ല, ഇപ്പോഴത്തെ വിലയല്ലേ സ്ക്രീനെ എഴുതുള്ളൂ. സ്ക്രീനെ എഴുതുന്ന വില നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഈ ഡിസ്കൗണ്ട് സെയിൽ ഞാൻ ഒന്നുകൂടെ പറയാം, ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. ഈ കാണിച്ചിരിക്കുന്ന സാരിയിൽ ഏതെങ്കിലും ബാലൻസ് വന്നാൽ മാത്രമേ ഷോപ്പിൽ അവൈലബിൾ ആകത്തുള്ളൂ. ഇതിൻ്റെ ഡിസ്കൗണ്ട് സെയിൽ കണ്ടിന്യൂ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നാളെയും കൂടെ കാണും, അറിയില്ല. ചിലപ്പോൾ ഒരു ശതമാനമേ ചാൻസ് ഉള്ളൂ. ഉണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ ഇട്ടേക്കാം. സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ആൾക്കാർക്കെല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുമല്ലോ. കഴിയുന്ന അത്രയും വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിക്കുക. കാരണം അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള, നിങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒത്തിരി ആവശ്യമുള്ള സമയത്ത് വില കുറച്ച് കിട്ടുമ്പം, നല്ല സാധനം കിട്ടുമ്പോൾ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചോളുക. ഞാൻ ഡിസ്കൗണ്ട് സെയിലിന് കാണിക്കാൻ ഇഷ്ടം പോലെ സാധനമുണ്ട്. നമുക്ക് കുറേ സ്റ്റോക്ക് ഇരിപ്പുണ്ട്, ഇങ്ങനെ ഈ ഓൺലൈൻ ഉള്ളതുകൊണ്ട് ഓവർ സ്റ്റോക്കായിട്ട് വന്നതേ. അപ്പം അത് കാണിക്കാനും, പക്ഷേ നമുക്കിപ്പം അതിനെല്ലാം വിലയെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള സാഹചര്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഷോപ്പിലും കൂടി അത് ലഭ്യമാക്കാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഒരു ഡിസ്കൗണ്ട് സെയിലും കൂടെ ഓണത്തിന് മുന്നേ റെഡിയാക്കാനും ശ്രമിക്കാം. അപ്പം എന്നാ പറയുന്നത്, വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.